ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നഥാനയേൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നഥാനയേലിനെ യേശു കണ്ടിരുന്നു. അവൻ്റെ ഉള്ളും ഈശോ കണ്ടിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ സാക്ഷാൽ ഇസ്രായേൽക്കാരനെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും യേശു എപ്പോഴും കണ്ടുകൊണ്ടായിരിക്കുന്നത്. നാം രാത്രിയിലാണേലും പകലാണേലും എത്ര രഹസ്യമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും നമ്മുടെ നിഗൂഢ ചിന്തകൾ പോലും എല്ലാം അവിടുന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ആകാശത്തിൽ കയറിയാൽ അവിടുന്ന് നമ്മളെ കാണുന്നുണ്ട്. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നമ്മളെ അവിടുന്ന് കാണുന്നുണ്ട്. സങ്കീർത്തകൻ 139 ഇങ്ങനെയാണ് പറയുക. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കാനാവില്ല. അവിടുന്ന് നമ്മളെക്കുറിച്ച് എന്താണ് പറയുക? സാക്ഷാൽ ഇസ്രായേൽക്കാരെന്ന് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുമോ? അതോ കാപട്യം നിറഞ്ഞ വ്യക്തിയെന്നായിരിക്കുമോ കർത്താവ് നമ്മളെപ്പറ്റി പറയുക? കർത്താവിൻ്റെ മുമ്പിൽ സത്യസന്ധതയോടെ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സങ്കീർത്തനോടൊപ്പം നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.